ഇത് ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ബില്ല് പാസ്സാക്കില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിടാൻ പോവുകയാണ്. ഈ വീടിങ്ങനെ വെറുതെ ഇട്ടേക്കാതെ കൊടുക്കാൻ പാടില്ലേ ഗോപി? അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന വീടല്ലേ ആവശ്യപ്പെട്ട അവിടെ കിടന്നോട്ടെ. എന്നാ പിന്നെ നിനക്ക് കോട്ടെഴുതി താമസിക്കാതെ ഇവിടെ താമസിച്ചൂടെ? എന്നും ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് നടന്നാ മതിയോ? ആരാ ഇവിടെ ചത്തതോ? ചത്തതോ? മാറിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചത്തനെ. ആരാ? ഞാൻ പാടത്തിൽ കോൺട്രാക്ടർ ഉമ്മൻ കോശിയുടെ മകൻ, കോശി ഉമ്മൻ. ഏത് ഡാമിലെ കോൺട്രാക്ട് പണി ചെയ്ത ആ ഉമ്മച്ച സാറിന്റെ മകനാണോ? അതെ. ഉമ്മച്ച സാർ മരിച്ചപ്പോ ഞാൻ വന്നായിരുന്നു. എന്താ ഇപ്പൊ ഇവിടെ ഈ നേരത്ത്? പണ്ട് അപ്പച്ചൻ കയത്തിപ്പെട്ടപ്പോൾ ചേട്ടായിയെ നീന്തി രക്ഷപ്പെടുത്തിയെന്ന് അപ്പച്ചൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇപ്പൊ അങ്ങനെ ഒരു കയത്തില. കയത്തിലോ? അതെ, പ്രശ്നങ്ങളുടെ കയത്തിൽ. ചേട്ടായി എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. ഉമ്മൻകോശി സാറ് ഇവിടുത്തെ ഒരു സ്ഥിരം കോൺട്രാക്ടർ ആയിരുന്നു. ഒരു ശുദ്ധാത്മാവ്. ഒരു പരിമളത്തിന്റെ ലോറികളാ ആ കോൺട്രാക്ടിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നത്. മണൽ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിമളത്തിന്റെ പണിയാ. അയാൾക്ക് കള്ളമണലിന്റെ ഏർപ്പാടുള്ളതാ. ഞാൻ സാറിനോട് പറഞ്ഞില്ലയോ, എന്റെ അപ്പച്ചൻ ഒരു പാവോ. ഇതൊന്നും ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. തക്കതായ തെളിവ് വേണം. തേനിയിലാ പരിമളത്തിന്റെ വീട്. അവിടെ വിളിച്ചപ്പോൾ അയാൾ മലേഷ്യക്ക് പോയിരിക്കുക. അയാൾ തിരിച്ചു വന്നാലുടൻ ഞാൻ ചെന്ന് അയാളെ പൊക്കിക്കൊണ്ടുവന്ന് സാറിന്റെ മുന്നിൽ നിർത്തി സത്യം പറയും. പോരെ? അതൊക്കെ വെറുതെ പറയുന്നതാ. അതൊന്നും നടക്കില്ല. ഞാൻ പറയുന്നത് അതൊക്കെ നടക്കും. ഞാനൊരു പട്ടാളക്കാരനാ. ഞാൻ പോയി പിടിച്ചോണ്ട് വരും. അപ്പൊ വിശ്വസിച്ചാൽ മതി. സാറെന്ത് പറയുന്നു? എനിക്ക് എങ്ങനെയായാലും ഈ കേസിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടാൽ മതി. ഉമ്മൻകോശി നിരപരാധിയാണെങ്കിൽ ആ ബില്ല് ഞാൻ പാസ്സാക്കി തന്നേക്കാം. സാറിനെ പോലെ സത്യസന്ധനായ ഒരു ഓഫീസറുടെ മുന്നിൽ ഈ കേസ് എത്തിയത് എന്റെ. മോളെ, നിന്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണോ? സുമ ഇവിടെ വിളിച്ചിരുന്നു. ലൈബ്രറിക്കകത്ത് റേഞ്ച് കുറവാ, അതായിരിക്കും. എടോ, താനെന്തിനാ പട്ടാപ്പകൽ ലൈറ്റ് ഇടുന്നേ? ലൈറ്റോ? അത് പെട്ടെന്നെങ്ങാനും പവർ കട്ട് വന്നാലൊന്ന് വിചാരിച്ച്. താനല്ലേ പപ്പയുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് പപ്പയെ കറുത്ത കൊള്ളെന്ന് വിളിച്ചത്? ഞാനോ? ഞാനങ്ങനെയൊന്നും. അല്ലെങ്കിൽ തന്നെ വെളുത്ത് പൊക്കമുള്ള സാറിന് അതാ സിറ്റുവേഷനിൽ ഇത് സാറിന്റെ മോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നേ. മോളല്ലെങ്കിൽ താൻ എങ്ങനെ വിളിക്കുന്നതാണോ? അവൻ്റെ ഒരു വെള്ള ഷർട്ടും മുണ്ടും കൂളിംഗ് ഗ്ലാസും. താൻ ആള് ശരിയല്ലെന്ന് തൻ്റെ രൂപത്തിൽ തന്നെയുണ്ട്. അയ്യോ സാർ, ഞാനൊരു പാവ. ഫേസ്ബുക്കിൽ എന്നെ പറ്റിയുള്ള ഫ്രണ്ട്സിന്റെ കമന്റ് ചെക്ക് ചെയ്ത സാറിന് അത് മനസ്സിലാവും. കുട്ടി ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ചീങ്കണ്ണി, വേതാളം, താപ്പാന, താൻ എന്തൊക്കെയാ പപ്പയെന്ന് വിളിച്ചത്? അതൊക്കെ ആളറിയാതെ. സാർ വേണം ഒരു പ്രതികാരത്തിന് അതെല്ലാം എന്നെ തിരിച്ചു വിളിച്ചോ. തനിക്ക് നന്നായി ചേരുന്ന പേരുകൾ വിളിച്ചിട്ടാണോ തന്നോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടത്? പരിമള എൻ്റെ മുമ്പിൽ വന്ന് എന്താണ് പറയുന്നത് നോക്കട്ടെ. ഞാൻ ചീങ്കണ്ണിയാണോ വേതാളമാണോ എന്ന് അതിനുശേഷം തീരുമാനിക്കാം. ബില്ല് പാസ്സായില്ലെന്ന് പറഞ്ഞാൽ കടക്കാർ വീട് വളയും. അതിന്റെ കൂടെ പെങ്ങടെ കല്യാണം അടുത്ത് വരിക. ഓർക്കുമ്പോ തന്നെ. ഇയാളിപ്പോ ഒന്നും ഓർക്കണ്ട. പരിമള എത്തിയെന്ന് അറിഞ്ഞാലുടൻ ഞാൻ ചെന്ന് പൊക്കിക്കൊണ്ട് വന്നിരിക്കും. അനിത ചേച്ചി പറഞ്ഞ പോലെ പരിമളത്തെ പോലെ 100 ടിപ്പർ ലോറി ഉള്ള ഒരാളെ ചെന്ന് ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതും തമിഴ്നാട്ടിൽ നിന്ന്. കാശ്മീരിൽ അതിർത്തി കടന്ന് തീവ്രവാദികളെ പിടിച്ചിട്ടുള്ളവനാ ഞാൻ. അതിനേക്കാളും വലിയ ടാസ്ക് ഒന്നും അല്ലല്ലോ ഇത്. ആളെ കൊല്ലണ കാര്യത്തിൽ ഈ തീവ്രവാദികളെക്കാൾ ഭീകരന്മാരാ ടിപ്പർ ലോറിക്കാർ. നീ എന്താ എന്നെ കളിയാക്കാണ്? അതല്ല. ഇതൊന്നും കാര്യാക്കണ്ട. പരിമള നാട്ടിലെത്തുമ്പോ നമുക്ക് വേണ്ടത് ചെയ്യാം. താൻ ചെല്ലേ. നീ വലിയ സാമൂഹ്യ പ്രവർത്തകയൊക്കെ ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർ മുമ്പ് ചെന്നെ കൊച്ചാക്കുന്ന നിന്റെ ഏർപ്പാടുണ്ടല്ലോ. എന്റെ ഗോപിയേട്ടാ, വെറുതെ നടക്കാത്ത കാര്യം പറഞ്ഞപ്പോ അറിയാതെ റിയാക്ട് ചെയ്ത് പോയതാ. അതങ്ങ് വിട്ടേക്ക്. അത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഞാൻ ചങ്കുറപ്പുള്ളവനാണെന്ന് ആരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഗോപിയേട്ടൻ ചങ്കുറപ്പുള്ളവനാ സമ്മതിച്ചു. വേണമെങ്കിൽ മുദ്രപത്രത്തിൽ എഴുതി രജിസ്റ്റർ ചെയ്ത് കൈ തരാം. എന്താ പോരെ? നീ കളിയാക്കാണോ? കളിയാക്കിയാലേ നിങ്ങളുടെ കോംപ്ലക്സ് മാറുന്നുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? എന്ത് കോംപ്ലക്സ്? നിങ്ങളൊരു പേടിത്തൊണ്ടനാണെന്നുള്ള കോംപ്ലക്സ്. അത് മറിക്കാൻ വേണ്ടിയാണല്ലോ ഈ വീരവാദം പറച്ചിലൊക്കെ. ഹലോ, ആ രാമേട്ടാ, എന്തു പറ്റി? ആ, പണി വേഗം തീർക്കണം കേട്ടോ. അതെ അതെ. എന്നെ പറ്റി എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അല്ല, ഞാൻ
മനപ്പുറം ചെയ്തല്ല. പിന്നെ കുറച്ചു നേരമായിട്ട് ആ ഭൈരവൻ എന്നെ ശല്യപ്പെടുത്തുന്നു. അവനെ കണ്ട് ഒഴിഞ്ഞു ഏത് മാറിയപ്പോ ഭൈരവൻ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ വിശ്വസിക്കേ. ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം എങ്ങനെ പ്രേതങ്ങളെ കാണാൻ പറ്റുന്നത്? നിങ്ങൾ ഇപ്പോഴും എനിക്ക് ശരിക്കും മനസ്സിലായത്. ഛെ. എന്റെ ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാക്കിയിട്ട് നിങ്ങൾക്കാർക്ക് മതിയായില്ലേ? അനിത പറഞ്ഞത് ശരിയാ. ലോകത്തെ നിങ്ങൾക്ക് ശല്യപ്പെടുത്താൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കിട്ടി? എന്തിന്റെ കുഴപ്പമായത്? ഓ ആലീസ്, അപ്പൊ ആർക്ക് ശല്യമാവാതിരിക്കാനാണ് ചാകുന്നതെന്ന് നമ്മൾ എഴുതി വെച്ചത് വെറുതെ. സാറേ, സാറേ, എന്താ താനെന്താ ഈ നേരത്ത്? ആ അലീസിന്റെ പ്രേതോടെ കൊന്നു കൊല വിളിക്കാൻ നിൽക്കുക. ആ ഞാൻ ഇവിടെ നിർത്താം. താനെന്തിനാ ഇങ്ങോട്ട് കയറിയേ? സാറിങ്ങനെ കണ്ണീച്ചോറയില്ലാതെ പറയരുത്. പ്രേതങ്ങളുടെ മുമ്പിൽ നമ്മുടെ മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ സാറേ? സാറ് ധൈര്യമായിട്ടിരിക്കും. ഞാനില്ലേ ഇവിടെ സാറിന്റെ കൂടെ. ആലീസ്, ജേക്കബ് സാറായിരുന്നു. ഞാൻ വിചാരിച്ച ആദ്യ രാത്രിയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ചന്ദ്രനാണെന്ന്. സാറ് വന്ന കാലം നിൽക്കാതെ ഇരിക്കും. നീ എന്താ ഇവിടെ? ഞാനിവിടെ ഞാനിത് അറിഞ്ഞാ പിന്നെ ഞാൻ പേടിക്കണ്ട, ആരും അറിയില്ല. വീട്ടിലെ അച്ഛനും നീ ഇവിടെ പെട്ടെന്ന് പറഞ്ഞുവിടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതല്ലോ. ഇനിയിപ്പോ എന്ത് കോപ്പ ചെയ്യാ? അച്ഛാ ഒരു മിനിറ്റ്. നല്ല അസല് വാറ്റ. ഇതൊരെണ്ണം അങ്ങോട്ട് പീഡിപ്പിച്ച നിന്റെ സകല പേടി അതോടെ തീരും. ഡ്യൂട്ടി സമയത്തോ? ബാറ്ററി ഇട്ട് പറ്റിയതല്ലേ, നല്ല ചാർജ് ആയിട്ട് ഡ്യൂട്ടി നോക്കാലോ. മദ്യപാനം ശീലമാക്കാതിരിക്കാൻ വേണ്ടി ആ മിലിറ്ററി കോട്ടവനെ വേണ്ടെന്ന് വെച്ചു. മണ്ടത്തരം. ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ കുടിക്കാതിരുന്നിട്ട് ഇതങ്ങ് പിടിച്ചേ. വെള്ളം ഒഴിക്കണ്ടേ? വാറ്റിലോ ഒറ്റ പിടി അങ്ങ് പിടിക്കേ. അയ്യോ, ചങ്ക് കത്തിപ്പോയി. അപ്പൊ പേടിക്കണ്ട, ഒറിജിനലാ. ഈ അച്ചാറുണ്ടാക്കിയതേ